ചെറിയൊരു എഞ്ചിനാണ് ബൈക്കിന് കരുത്ത് നൽകുന്നത്. ബെസ്റ്റ് ബിഗിനർ ബൈക്ക് അണ്ടർ 150cc സെഗ്മെന്റ് എന്നൊക്കെ വേണേൽ നമുക്ക് തട്ടി വിടാം. മാറ്റി നിർത്താൻ കഴിയാത്ത രണ്ട് ഘടകങ്ങളാണ്, ഒന്ന് സ്പീഡ് ബാറും അതുപോലെ തന്നെ ജെന്റിൽമാൻസ് അഗ്രിമെന്റും. ലോകത്തെ ഒരു ബൈക്കും 100% പെർഫെക്റ്റ് അല്ല. ഈ ഒരു ബൈക്കിനും ഇതിൻ്റെതായ പോരായ്മകളുണ്ട്. പലർക്കും അറിയാതിരിക്കാം, നമ്മുടെയൊക്കെ ആശാൻ സ്ട്രെല്ല് റിവ്യൂ ചെയ്തിരിക്കുന്ന, ഇരുന്ന് റൈഡ് ചെയ്തിരിക്കുന്ന ബൈക്കാണിത്. പിന്നെ അങ്ങോട്ട് ഗോപ്രോയിൽ നിന്നും ഫോണിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യുന്ന സമയത്താണ് ചങ്ക് കലങ്ങിപ്പോയത്. വാഹനപ്രേമികളുടെ ഇഷ്ട ബ്രാൻഡായ സുസുക്കിയെക്കുറിച്ച് സംസാരിക്കാത്തവരായിട്ട് തന്നെ ആരും ഉണ്ടാവില്ല. കരുത്തുറ്റ എഞ്ചിനും ജാപ്പനീസ് സാങ്കേതികവിദ്യയും വിശ്വസ്തതയും ഒത്തുചേർന്നാണ് സുസുക്കിയുടെ ബൈക്കുകൾ. 25 വർഷത്തിലധികമായി സൂപ്പർ ബൈക്ക് ലോകത്തെ രാജാവായി വാഴുന്ന ഈ ഒരു പെരഗ്രിൻ ഫാൽക്കനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. ബൈക്കിൻ്റെ സ്പീഡ്, ബൈക്കിൻ്റെ ഐക്കോണിക് ലുക്ക്, റോഡിലൂടെ അവനങ്ങ് വരുമ്പോൾ ഒരു രാജകീയ പ്രൗഢി, അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. കേരളത്തിലെ പയ്യന്മാരിൽ ഈ ഒരു ബൈക്കിനോടുള്ള ക്രേസ് വളർത്താനായിട്ട് ധൂം സിനിമയും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. വീഡിയോ കുറച്ച് ഡിലേ ആയി, നമ്മൾ കുറച്ച് വെല്ലുവിളികൾ ഫേസ് ചെയ്തെങ്കിലും കഥകളും കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയാം. നമുക്ക് 2 ബൈക്കുകൾ വീഡിയോ ചെയ്യാൻ കിട്ടി. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ ഏക മോട്ടിവേഷൻ. അപ്പോൾ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മോഡേൺ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ദ വൺ ആൻഡ് ഓൺലി സുസുക്കി ഹയാബുസ. രാമ, ഒന്നൂടുണ്ട് ബാക്കി. ചില കാഴ്ചകൾ അങ്ങനെയാണ്, ഒരിക്കൽ കണ്ട പിന്നെ കണ്ണ് വെട്ടിക്കാൻ തോന്നില്ല. സൂപ്പർ ബൈക്കുകളുടെ ലോകത്തെ ഈ ഒരു രാജകീയ സൗന്ദര്യത്തിന് ഉടമയായിട്ടുള്ള ഒരാളാണ് സുസുക്കി ഹയബുസ. ഹയബുസയുടെ ലുക്കിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഇതിന്റെ ആകൃതിയാണ്. ആകാശത്ത് നിന്ന് ഇരയെ പിടിക്കാൻ മിന്നൽ വേഗത്തിൽ താഴേട്ട് കുതിക്കുന്ന പെരഗ്രിൻ ഫാൽക്കൻ എന്ന പക്ഷിയുടെ അതേ രൂപം, വായുവിനെ കീറി മുറിച്ച് കുതിക്കാൻ പാകത്തിനുള്ള ഈ ഒരു എയറോഡൈനാമിക് ഡിസൈൻ ലോകത്തിൽ മറ്റൊരു ബൈക്കിനുമില്ല എന്നതാണ് സത്യം. ബൈക്കിന്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഐക്കോണിക് ഫേസ്, ബൈക്കിന്റെ വെർട്ടിക്കൽ സ്റ്റാക്ഡ് LED ഹെഡ്ലൈറ്റുകൾ ഒരു വന്യമൃഗത്തിന്റെ കണ്ണുകൾ പോലെയാണ് തോന്നുന്നത്. വശങ്ങളിലെ ഇൻഡിക്കേറ്ററുകൾ എയർ ഇൻടേക്കിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ വണ്ടിക്ക് കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ളൊരു ലുക്ക് നൽകുന്നുണ്ട്. ഇത് വെറുമൊരു ഡിസൈൻ മാത്രമല്ല, കാറ്റിനെ നിയന്ത്രിക്കാനുള്ള സുസുക്കിയുടെ ഒരു ബുദ്ധി കൂടിയാണ്. ബൈക്കിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ ആ വലിയ ഫെയറിങ്ങും അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ലോഗോയും അതൊരു വികാരമാണ്. ജെൻ 3 ഹയബൂസയിലേക്ക് നോക്കുമ്പോൾ ക്രോം ആക്സന്റുകളും ഡ്യുവൽ ടോൺ കളറിങ്ങുകളും ബൈക്കിൻ്റെ ആ ഒരു പ്രീമിയം ഫീല് ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബൈക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എത്ര പേര് വന്നിട്ട് ഈ ഒരു ബൈക്കിനെ കുറിച്ച് അന്വേഷിച്ചുവെന്നറിയാം. ഇത് തന്നെയാണ്, നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ആരാണെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കി പോകും. അതാണ് ഈ ഒരു ബൈക്കിൻ്റെ റോഡ് പ്രസൻസ്. ബൈക്കിൻ്റെ റിയർ വ്യൂ സെക്ഷനും നല്ല മസ്കുലാറാണ്. പിന്നിലേക്ക് വന്നാൽ ആ വീതിയേറിയ ടയറുകളും കൂറ്റൻ എക്സോസ്റ്റുകളും നമുക്ക് കാണാൻ കഴിയും. ബൈക്കിൻ്റെ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഡൗട്ട് എന്നത്, ഇത് ബൈക്ക് തന്നെയാണോ അതോ യുദ്ധവിമാനം വല്ലതാണോ എന്ന് വരെ തോന്നിപ്പോകും. പുതിയ LED ടെയിൽ ലാമ്പുകൾ കൂടി ആകുമ്പോൾ ഒന്നും പറയാനില്ല, അമ്മാതിരി ലുക്ക്. സൗന്ദര്യവും കരുത്തും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു അപൂർവ കാഴ്ചകളിൽ ഒന്നാണ് സുസുക്കിയുടെ ഹയബൂസ എന്ന് നമുക്ക് പറയാം. പിന്നെ ബൈക്കിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അത്രമാത്രം പറയാനുള്ളൊന്നും ഇല്ലാന്നേ. ചെറിയൊരു എഞ്ചിനാണ് ബൈക്കിന് കരുത്ത് നൽകുന്നത്. ബെസ്റ്റ് ബിഗിനർ ബൈക്ക് അണ്ടർ 150cc സെഗ്മെന്റ് എന്നൊക്കെ വേണേൽ നമുക്ക് തട്ടി വിടാം. എന്ന് വെച്ചാൽ ടോപ്പ് സ്പീഡൊന്നും ചോദിച്ചേക്കരുത് കേട്ടോ, നമ്മളത് വേണ്ടെന്ന് വെച്ചു, വെറുതെ എന്തിനാ. കഷ്ടപ്പെട്ട് വലിയൊരു 140 കയറുമായിരിക്കും. 1340cc ഇൻലൈൻ 4 സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു ബൈക്കിന് കരുത്ത് നൽകുന്നത്. ഇത് 187.3 bhp 9700 RPM-ലും 150 Nm ടോർക്ക് 7000 RPM-ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം എങ്ങനെയാ കാര്യപരിപാടിയിലേക്ക് കടന്നാലും
100 km/h എന്നതൊക്കെ ഈ ഒരു ബൈക്കിന്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് അത്രയും സേഫ് ആയിട്ടുള്ള സ്പീഡാണ്. പക്ഷെ നമ്മുടെ റോഡിനെയും യാത്രക്കാരെയും സംബന്ധിച്ച് ഇതത്ര സേഫ് അല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും ആരും അനുകരിക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ കാണുന്നവരിൽ കുറച്ച് പേർക്കൊക്കെ ഈ ഒരു ബൈക്ക് വെറും ഒരു മെഷീൻ മാത്രമായിരിക്കും. പക്ഷെ ചിലർക്കിതൊരു സ്വപ്നമാണ്. ചെറുപ്പത്തിൽ ചുവരുകളിൽ ഒട്ടിച്ചു വെച്ച ഒരു ആഗ്രഹം, ആവേശം. വേഗതയുടെ ലോകത്ത് ഒരു കാലത്ത് ഒരു യുദ്ധം തന്നെ നടന്നിട്ടുണ്ട്. ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ജപ്പാനിൽ നിന്നും സുസുക്കി തന്റെ എതിരാളികൾക്കെതിരെ പ്രയോഗിച്ച ഒരു ബ്രഹ്മാസ്ത്രമായിരുന്നു ഇവൻ. മീറ്ററിലെ സൂചി 300 കടന്ന് കുതിക്കുമ്പോൾ പിന്നിലാവുന്നത് തന്റെ എതിരാളികളുടെ അഹങ്കാരവും അധിനിവേശവും മാത്രമായിരുന്നു. ദ കിങ് ഓഫ് സ്പീഡ് വാർ, സുസുക്കി ഹയബുസ. Feeling like it's out gear, driving to running, no, keep running. ഒരു സൂപ്പർ ബൈക്കിന്റെ റൈഡിംഗ് കംഫർട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ ആദ്യം വരുന്നത് കൈവേദനയും നടുവേദനയും ഒക്കെയാണ്. എന്നാൽ ഇവിടെയാണ് ഹയബൂസ വ്യത്യസ്തനാകുന്നത്. ഹയബൂസയുടെ സീറ്റിംഗ് പൊസിഷനെ നമുക്ക് വേണമെങ്കിൽ കമ്മിറ്റഡ് യെറ്റ് കംഫർട്ടബിൾ എന്ന് വിളിക്കാം. ഇതിന്റെ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറുകൾ അല്പം താന്നിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു കുനിങ്ങിയിരിക്കുന്ന വണ്ടിയുടെ ടാങ്കിനോട് ചേർന്നാണ്. അത് ഇൻബ്ലാസ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരു 6 അടി ഉയരത്തിന് മുകളിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര സ്ഥലവും ഈ ഒരു ബൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് പെഗുകൾ ഒരു പ്യുവർ റേസ് ബൈക്കിനെ പോലെ ഒന്നും അമിതമായി പിന്നിലേക്കല്ല. അതുകൊണ്ട് തന്നെ ലോങ് റൈഡുകളിൽ കാലുകൾക്ക് വലിയ സ്ട്രെയിൻ അനുഭവപ്പെടില്ല. 800 mm മാത്രമുള്ള ഇതിന്റെ സീറ്റ് ഹൈറ്റ് ഏതൊരു സാധാരണക്കാരനും വണ്ടി ഈസിയായി കൺട്രോൾ ചെയ്യാൻ ധൈര്യം കൊടുക്കുന്നുണ്ട്. ഈസി എന്ന് ഉദ്ദേശിച്ചത് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയവർക്കാണ് കേട്ടോ. വണ്ടി നല്ല ഹെവിയാണ്. 264 കിലോയാണ് ബൈക്കിന്റെ വെയിറ്റ് വരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ 164 സെന്റിമീറ്ററേ ഉള്ളൂ. ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ചെരിഞ്ഞു പോയാണ്ടല്ലോ പിന്നെ നോക്കിയേ വേണ്ട. എന്നാലും ചെറിയ ചെറിയ വീഴ്ചകളിൽ നിന്നും ബൈക്കിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സ്ലൈഡറും കാര്യങ്ങളും നമുക്ക് കാണാം. ഇനി ഇതിന്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ മുന്നിൽ KYBയുടെ ഇൻവെർട്ടഡ് ഫോക്സും പിന്നിൽ ലിങ്ക്ഡ് ടൈപ്പ് മോണോഷോക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലെ ചെറിയ ചെറിയ കുഴികളൊക്കെ അത് നമ്മൾ അറിയത്ത് പോലും ഇല്ല. വണ്ടി ഒരു മാജിക് കാർപ്പറ്റ് പോലെ സ്മൂത്ത് ആയിട്ടാണ് പോവുക. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബൈക്കിന് നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഹൈ സ്പീഡിൽ പോകുമ്പോൾ ഒരു കോർണറിങ് ഒക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു ബൈക്ക് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് മാരകമാണ്. ബൈക്കിന്റെ പവറിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും അത് ഈ ഒരു ബൈക്ക് ഓടിച്ച് തന്നെ മനസ്സിലാക്കണം. ലോ റേഞ്ചിലാണെങ്കിലും മിഡ് റേഞ്ചിലാണെങ്കിലും ഈ ഒരു ബൈക്കിന്റെ ടോർക്ക് നമുക്ക് തരുന്ന ഒരു അഡ്രിനാലിൻ പഞ്ച് ഉണ്ട്. കിളിയും കിളിക്കൂടും വരെ പാറിപ്പോകും. ഹയബൂസനെ കുറിച്ച് പറയുമ്പോൾ മാറ്റി നിർത്താൻ കഴിയാത്ത 2 ഘടകങ്ങളാണ്. ഒന്ന് സ്പീഡ് ബാറും അതുപോലെ തന്നെ ജെന്റിൽമാൻസ് അഗ്രിമെന്റും. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ബൈക്കിന്റെ ഹിസ്റ്ററി അറിയണം. കഥ നടക്കുന്നത് 1990-കളിലാണ്. ലോകത്തിലെ വമ്പൻ മോട്ടോർ സൈക്കിൾ ബ്രാൻഡുകൾക്കിടയിൽ ഒരു യുദ്ധം നടക്കുകയാണ്. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ദ ഫാസ്റ്റസ്റ്റ് പ്രൊഡക്ഷൻ മോട്ടോർ സൈക്കിൾ എന്ന കിരീടം. 90-കളുടെ പകുതിയിൽ വേഗതയുടെ ലോകം ഭരിച്ചിരുന്നത് ഹോണ്ടയുടെ ബ്ലാക്ക് ബേർഡ് ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വിമാനം SR-71 ബ്ലാക്ക് ബേർഡിന്റെ പേരായിരുന്നു ഹോണ്ട തങ്ങളുടെ ബൈക്കിന് നൽകിയത്. ആ പേര് പോലെ തന്നെ ആരും തൊടാൻ കഴിയാത്ത വേഗതയിലും ഹോണ്ട കുതിച്ചു. പക്ഷെ ഹോണ്ടയുടെ ആ ഒരു ആധിപത്യം തകർക്കാൻ സുസുക്കി ഒരു കരുനീക്കം നടത്തി. അവർ തങ്ങളുടെ പുതിയ മെഷീന് നൽകിയ പേര് ഹയബൂസ എന്നാണ്. ജാപ്പനീസ് ഭാഷയിൽ ഹയബൂസ എന്നാൽ പെരഗ്രിൻ ഫാൽക്കൺ എന്ന പരുന്താണ്. ഇവിടെയാണ് ആ കണക്ഷൻ വർക്കൗട്ട് ആവുന്നത്. പ്രകൃതിയിൽ ഈ പരുന്തിന്റെ പ്രധാന ഇരകളിൽ ഒന്ന് ബ്ലാക്ക് ബേർഡ് എന്ന പക്ഷിയാണ്. അതായത് ഹോണ്ടയുടെ ബ്ലാക്ക് ബേർഡിനെ വേട്ടയാടി പിടിക്കാൻ വന്ന പരുന്ത്. വെറും ഒരു പേരിലല്ല, വേഗതയിലും ഹയാബൂസ ഈ ഒരു പേര് നിലനിർത്തി. മണിക്കൂറിൽ 300 കിലോമീറ്ററിലധികം വേഗതയിൽ കുതിച്ച് ഈ പരുന്ത് ഹോണ്ടയുടെ ബ്ലാക്ക് ബേർഡിനെ ഭക്ഷണമാക്കി. ഹയബൂസ ചരിത്രം തിരുത്തി കുറിച്ച്. മണിക്കൂറിൽ 312 കിലോമീറ്റർ. അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ റെക്കോർഡുകളും തകർന്നു വീണു. ലോകം ഈ വേഗത കണ്ട് ഞെട്ടി. ഒരു ബൈക്കിന് ഇത്രയും വേഗത വേണോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു. ഈ വേഗതയെ പേടിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ബൈക്കുകൾ നിരോധിക്കുമെന്ന് ഭീഷണി മുഴക്കി. അങ്ങനെയാണ് ആ പ്രശസ്തമായ ജെന്റിൽമെൻസ് എഗ്രിമെന്റ് കമ്പനികൾ ഒപ്പിടുന്നത്. സ്പീഡ് എത്രയായാലും മീറ്ററിൽ 299 മുകളിൽ കാണിക്കത്തില്ല എന്ന് കമ്പനികൾ തീരുമാനിച്ചു. അങ്ങനെ ആ വേഗതയുടെ യുദ്ധത്തിന് താൽക്കാലികമായി തിരശ്ശീല വീണു. ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളൊക്കെ അവസാനിച്ചേക്കാം.
എന്നിരുന്നാലും രാജകുമാർ എന്ന രാജകുമാർ തന്നെയാണ്. കാലം എത്ര ഇങ്ങോട്ട് കഴിഞ്ഞാലും ടെക്നോളജി മാറിയാലും വേഗതയെ പറ്റി സംസാരിക്കുമ്പോൾ സുസുക്കി ഹയാബുസയുടെ തട്ടത് താന്ന് തന്നെ ഇരിക്കും. 2026 ആരൊക്കെയാണ് സുസുക്കി ഹയാബുസ എടുക്കേണ്ടത്? സ്പോർട്സ് ടൂറിങ് ഇഷ്ടപ്പെടുന്നവർക്ക്, നിങ്ങൾക്ക് മണിക്കൂറോളം ഹൈവേയിൽ അധികം ടയേർഡ് ആവാതെ എന്നാൽ നല്ല വേഗതയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കണ്ണും പൂട്ടി ഹയാബുസ ഇറങ്ങിയെടുക്കാം. ഇതൊരു പ്യുവർ റേസ് ബൈക്ക് അല്ല, മറിച്ചൊരു ഹൈവേ കിങ് ആണെന്ന് പറയാം. പിന്നെ എന്നെ പോലുള്ള ഒരു വിഭാഗക്കാർക്ക്, അതായത് ഒരു ലെജൻഡറി മെഷീൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ചെറുപ്പത്തിൽ ചുവരുകളിൽ പോസ്റ്റർ ഒട്ടിച്ച് വെച്ച ആ ഒരു പഴയ സ്വപ്നം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും മികച്ചൊരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ബൈക്ക് എന്നതിലുപരി ഇതൊരു വലിയ ചരിത്രമാണ്. സ്റ്റെബിലിറ്റിയും കംഫർട്ടും ആഗ്രഹിക്കുന്നവർക്ക്, വലിയ ഭാരമുള്ള വണ്ടിയാണെങ്കിലും റോഡിൽ ഇതിൻ്റെ ബാലൻസ് അതിശയിപ്പിക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ സൂപ്പർ ബൈക്കുകൾ പോലെ ആ ഒരു കാറ്റിൻ്റെ ഓഗ്ലിംഗ് ഒന്നും കിട്ടത്തില്ല, മറിച്ച് റോഡിൽ ഇതങ്ങ് പറ്റി പിടിച്ച് കിടക്കും. ഇത് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ലീനിയർ പവർ ആഗ്രഹിക്കുന്നവർക്ക് അമിതമായ അഗ്രസീവ് സ്വഭാവം ഇല്ലാത്തൊരു ബൈക്കാണ്. പക്ഷേ കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റോക്കറ്റിനെങ്കിലും കഷ്ടമാണ്. ബൈക്കിൽ റൈഡിങ് മോഡുകൾ വരുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാവുന്ന. അതുപോലെ തന്നെ വേറെ 3 തരം റൈഡിങ് മോഡുകളും വരുന്നുണ്ട്. അതിനകത്ത് പവർ കൂടുതലും പവർ കുറഞ്ഞതുമുണ്ട്. ഇതിൽ പവർ കുറഞ്ഞ മോഡിലിട്ട് ഓടിക്കുകയാണെങ്കിൽ നമ്മളെപ്പോലെ ഏകദേശം ഒരു 500 cc ഒക്കെ ഉപയോഗിച്ച് പഠിച്ചവർക്ക് ഈ ഒരു ബൈക്കിനെ അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മോട്ടോർ സൈക്കിൾസ് എന്നത് ഒരു മാജിക്കാണ്. എന്നിരുന്നാലും ലോകത്തെ ഒരു ബൈക്കും 100% പെർഫെക്റ്റ് അല്ല. ഈ ഒരു ബൈക്കിനും ഇതിൻ്റേതായ പോരായ്മകളുണ്ട്. അതിലൊന്ന് എന്നത് ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ചൂടാണ്. നമ്മുടെ നാട്ടിലെ ട്രാഫിക്കിൽ ഈ ഒരു വണ്ടി ഓടിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. 1340 cc ഇന്ത്യൻ 4 എഞ്ചിൻ പുറത്തോടുന്ന ചൂട് നേരിട്ട് നമ്മുടെ കാലിലേക്കാണ് അടിക്കുക. ട്രാഫിക്കിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു ഹീറ്ററിൻ്റെ മുകളിൽ ഇരിക്കുന്ന പോലെ തോന്നും. ബൈക്ക് നല്ല ഹെവിയാണ്, 264 കിലോയാണ് ഇതിൻ്റെ ഭാരം. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഭാരം നമുക്ക് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം കൺജസ്റ്റഡ് ആയ വഴികളിലൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ച് വട്ടം തിരിക്കേണ്ട വരുമ്പോഴോ ഒരു പാർക്കിംഗ് ലോട്ടിൽ നിന്ന് എടുക്കുമ്പോഴൊക്കെ നല്ല വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും, നല്ല ശാരീരിക അധ്വാനം വേണ്ടി വരും. പിന്നെ പറയാൻ തോന്നിയ ഒരു കാര്യം ബൈക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ചാണ്. 125 mm ആണ് ബൈക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ അത്യാവശ്യം ഒരു ഹമ്പിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അടി ഇടിക്കില്ലേ എന്നൊരു തോന്നൽ. പിന്നെ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ബൈക്കിൻ്റെ മെയിൻ്റെനൻസ്, ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്ത് മാത്രം നോക്കുമ്പോൾ നല്ലൊരു മെയിൻ്റെനൻസ് കോസ്റ്റ് ആവുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഹയാബുസയുടെ പവറും ഭാരവും കാരണം ടയറുകൾ വളരെ വേഗം തേഞ്ഞു പോയേക്കാം. ഒരു സെറ്റ് ടയർ മാറണമെങ്കിൽ തന്നെ വലിയൊരു തുക ചിലവാക്കേണ്ടിയും വരും. അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിൻ്റെ സർവീസ് ചാർജും സാധാരണ ബൈക്കുകളെ അപേക്ഷിച്ച് കൂടുതലാണ്. പില്ലിയൻ കംഫർട്ട്, ഇപ്പോൾ ഈ ഒരു 2 ബൈക്കിലും സീറ്റ് കവൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഹയാബുസയുടെ പില്ലിയണ് അത്ര വലിയ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡല്ല കിട്ടുന്നത്. സീറ്റ് അല്പം ഉയർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രകളിൽ പിന്നിലിരിക്കുന്ന ആൾക്ക് വേഗം തളർച്ച അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ 2 ബൈക്ക് ഉണ്ട്. ഇതിലൊന്ന് റോബിചേൻ്റെ വണ്ടിയിൽ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഗൗതം ചേൻ്റെ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ, അതിനകത്ത് സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ് വരുന്നത്. നമുക്ക് ഈ 2 വണ്ടികളുടെയും എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ടു നോക്കാം. ഹയാബുസയുടെ ഒരു ഫസ്റ്റ് ടൈം ഇംപ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. സൂപ്പർ ബൈക്കുകൾ റിവ്യൂ ചെയ്തും അതുപോലെ തന്നെ ഹയാബുസ റൈഡ് ചെയ്തും നമുക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. ഇപ്പം നിങ്ങൾക്ക് ഹയാബുസയെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഹയാബുസ ഓൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. ഹയാബുസയുടെ വിശേഷങ്ങൾ മാത്രം കാണാൻ വന്നവർക്ക് വീഡിയോ ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാം. ഇനി ഞാനിങ്ങോട്ട് പറയാൻ പോകുന്ന ഈ ഒരു വീഡിയോ എടുത്തതിന് പുറകിൽ കുറച്ച് കഥകളാണ്. നമ്മൾ ആദ്യം വീഡിയോ എടുക്കുന്നത് റോബിചേൻ്റെ വണ്ടിയാണ്. അന്നത്തെ ആ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ ഒരുമാതിരി ഇടിവെട്ടിയതിന് പാമ്പ് അടിച്ച അവസ്ഥയിലൂടെയാണ് അന്നത്തെ ദിവസം അവസാനിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കന്ന് ഹയാബുസ റിവ്യൂ ചെയ്യാൻ കിട്ടി എന്നതിലല്ല പ്രശ്നം. ഇത് റോബിചേൻ്റെ വണ്ടിയാണ്, പലർക്കും അറിയാതിരിക്കാം. നമ്മുടെയൊക്കെ ആശാൻ സ്ട്രെല്ലിൽ റിവ്യൂ ചെയ്തിരിക്കുന്ന, ഇരുന്ന് റൈഡ് ചെയ്തിരിക്കുന്ന ബൈക്കാണിത്. ഇതൊന്നുമല്ല പ്രശ്നം. നമ്മൾ കൂടുതലും വാക്ക് റൗണ്ട് എടുത്തത് ഗോപ്രോയിലാണ്. വീട്ടിൽ വന്ന് ഞാൻ ആ ഒരു വീഡിയോസ് ഫോണിലേക്ക് ഷെയർ ചെയ്യാൻ നോക്കുമ്പോൾ എനിക്കത് സെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. എന്തോ ഭാഗ്യങ്ങൾ നമുക്ക് റണ്ണിങ് ഷോട്ട് കിട്ടി, പക്ഷേ വാക്ക് റൗണ്ട് വീഡിയോസ് കിട്ടുന്നില്ല. വീടിനടുത്ത് ഗോപ്രോ യൂസ് ചെയ്യണവരടുത്ത് കൊണ്ട് കാണിച്ചു കൊടുത്തു, പക്ഷേ നമ്മൾ സെൻഡ് ചെയ്തെടുത്ത ആ ഒരു ഫയൽ നമ്മുടെ പ്ലേ ആവുന്നില്ല. ടൈമിൻ്റെ ചെറിയൊരു പരിമിതി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ വാക്ക് റൗണ്ടൊക്കെ എടുത്തത് ഒരൊറ്റ ഷോട്ടിലാണ്.
ആ ഒരു ഷോട്ടാണെങ്കിൽ പ്ലേ ആവണമില്ല. കാര്യം പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, യാതൊരു കണക്ഷനും ഇല്ല. എന്നിരുന്നാലും എൻ്റെ ലൈഫിൽ അത്രമാത്രം സ്ഥാനമുള്ള കുറച്ച് പേരാണ് സ്ട്രെല്ല്, കൊച്ചി മച്ചാൽ, ട്രാക്ഷൻ 4 എന്നിവർ. നമ്മൾ ഈ ഒരു കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങിയത് തന്നെ ഇവരൊക്കെ കണ്ടും കേട്ടും റോൾ മോഡൽ ആക്കിയൊക്കെയാണ്. സ്ട്രെല്ല് എന്ന വ്യക്തി 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിച്ചപ്പോഴാണ് ഈ ഒരു ഹയാബുസ റിവ്യൂ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വെറും 1000 സബ്സ്ക്രൈബേഴ്സിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഹയാബുസയുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. ഇത്ര വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടി എന്നതുകൊണ്ട് തന്നെ നല്ലൊരു യൂട്യൂബർ ആവാനും ഒരു സൂപ്പർ ബൈക്ക് ഓൺ ചെയ്യാനും കഴിയും എന്നിങ്ങനെ ധാരാളം മാനിഫെസ്റ്റേഷനൊക്കെ ശേഷമാണ് ഷൂട്ടും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുന്നത്. പിന്നെ അങ്ങോട്ട് ഗോപ്രോയിൽ നിന്നും ഫോണിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യുന്ന സമയത്താണ് ചങ്ക് കലങ്ങിപ്പോയത്. റോബിചേട്ടനെ ഉറക്കത്തിൽ നിന്നും വിളിച്ചെണീപ്പിച്ചൊക്കെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയത്. 2 ദിവസം കഴിയുമ്പോൾ വീഡിയോയും പ്രതീക്ഷിക്കുന്ന റോബിചേട്ടനോട് നമ്മൾ എന്ത് പറയും? മൊത്തം കയ്യിൽ നിന്ന് പോയൊരവസ്ഥ. പക്ഷേ നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ പവറാണോ അതോ ദൈവത്തിൻ്റെ ഒരു കൈത്താങ്ങാണോ അറിയില്ല. ഉള്ളത് കൊണ്ടൊരു വീഡിയോ തട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എന്നെ മുന്നിലേക്ക് പെട്ടെന്ന് ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. വേറെ ആരുമല്ല, അത് ഗൗതം ചേട്ടനാണ്. ഒരു ഹയാബൂസ പ്രതീക്ഷിച്ച നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 ഹയാബൂസ. ചാനലിൻ്റെ തുടക്കത്തിലേ മുതൽ വീഡിയോ ചെയ്യാനായിട്ട് കുറേ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ അതുപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുവാണെങ്കിൽ ഇവരെല്ലാവരും തന്നെ ഞാൻ നിങ്ങളിലേക്ക് റിവീൽ ചെയ്യും. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കിപ്പോൾ കാണിക്കാനായിട്ട് റിസൾട്ട് ഇല്ല, പക്ഷേ ആ ഒരു ദിവസം അത് വരും. നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് വിശാൽ വിജയൻ സൈനിങ് ഓഫ് ഫോർ മോട്ടോ നോയ്സ് മലയാളം. താങ്ക് യു.